ഫ്രണ്ട്സ് HAL അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പാടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അസിസ്റ്റൻറ്റ് അതുപോലെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആണോ നോക്കുക, അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമുക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മളത് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതല്ലാതെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞു തരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിനാണല്ലോ, ആ ഒരു പർപ്പസിനാണല്ലോ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പറയുന്ന ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സമയവും എന്താണ് വിലപ്പെട്ടതാണ്, എൻ്റെ സമയം വിലപ്പെട്ടതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഏതൊരു അപേക്ഷ സമർപ്പിക്കുകയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമുക്കത് വലിയ ഇഷ്യൂസ് ആകും. ചിലപ്പോൾ നമ്മുടെ കാൻഡിഡേച്ചർ വരെ റിജക്റ്റായി പോകാവുന്ന സാധ്യതകളുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ മാത്രം ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ രീതിയിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പലരും പറയാറുണ്ട് വീഡിയോ ഷോർട്ട് ആക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരു ഡ്യൂറേഷൻ കൂടുതലായിട്ടൊക്കെ തോന്നാം. പക്ഷേ നിങ്ങൾ അത് കേട്ടിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തന്നെ യാതൊരുവിധ സംശയവും ഇല്ലാതെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സമീപത്തുള്ള ഇൻ്റർനെറ്റ് കഫേയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ അവരും ചിലപ്പോൾ അതിൽ എക്സ്പെർട്ട് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്ക് അറിയുന്ന രീതിയിലൊക്കെ ആയിരിക്കും കൊടുക്കുക. പക്ഷേ നിങ്ങൾ എക്സാമിനൊക്കെ ഒരു വർഷം ഇരുന്ന് പഠിച്ച് അല്ലെങ്കിൽ 6 മാസം ഇരുന്നൊക്കെ പഠിച്ച് നിങ്ങൾ എക്സാം എഴുതി ലാസ്റ്റ് ആ ജോലി, നമ്മുടെ ഒരു സ്വപ്നമാണ് ഒരു ജോലി എന്നൊക്കെ പറയുന്നത്, അത് കിട്ടിക്കഴിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നും എഴുതി പോകുന്ന ഒരു അവസ്ഥക്ക് നിങ്ങൾ ചിന്തിച്ച് നോക്കട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഒരു ജോലി കിട്ടുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, ഈ പറയുന്ന ഗവൺമെൻറ് ജോലിയുടെ കാര്യം പറയുന്നത്, അത് അപ്ലൈ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. പിന്നെ HALൻ്റെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫീ അടയ്ക്കുന്ന സമയത്ത് വെൻഡർ കോഡ് അല്ലെങ്കിൽ ഈ വെൻഡർ ID അല്ലെങ്കിൽ എംപ്ലോയി ID എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പാടെ ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഒരു വീഡിയോ മുഴുവൻ കാണട്ടോ. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലൊക്കെ അങ്ങനെ കുറച്ച് പേര് മെസ്സേജിലൂടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമുക്ക് 70K സബ്സ്ക്രൈബർ ആയിട്ടോ. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ട് എന്നറിയാം. എങ്കിലും കൂടുതൽ ആളുകൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ, സബ്സ്ക്രൈബർ കൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റവന്യൂസ് ഒന്നും കൂടുതൽ കിട്ടില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. നമ്മുടെ ചാനലിന് എന്താണ് 70K സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നമുക്ക് 100K സബ്സ്ക്രൈബർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചാനലിനൊരു അംഗീകാരമാണ്. നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ് നിങ്ങൾ തരുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. 26/8/2024 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം 27/8 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഇവിടെ കാണാം. അസിസ്റ്റൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് UP-യിലായിരിക്കും ഇതിൻ്റെ ഇനീഷ്യൽ പോസ്റ്റിംഗ്. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ UP-യിലായിരിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇത് കരാറടിസ്ഥാനത്തിലുള്ള നിയമനമായിരിക്കും. അത് ഫിക്സ്ഡ് ടേം ആയിരിക്കും കേട്ടോ. അത് 4 വർഷത്തേക്കാണ് നമ്മളെ നിയമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കരാറാണോ അയ്യോ അത് വേണ്ടാന്ന് വിചാരിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, 4 വർഷം നമുക്ക് എന്താണ് ഏകദേശം മന്ത്ലി ഒരു 30,000-ന് മുകളിൽ നമുക്ക് സാലറിയും കിട്ടും. മറ്റു കൊട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം HALൻ്റെ തന്നെ പെർമനൻറ്റ് വേക്കൻസി വിളിക്കാറുണ്ട്. അപ്പോൾ അതിലെ എക്സ്പീരിയൻസ് ഉള്ളത് വിളിക്കാറുണ്ട്. ആ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് പരിഗണിച്ച് നിങ്ങൾക്ക് എന്താണ് അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആവുന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇതുപോലെയുള്ള മറ്റ് സെക്ടറിലേക്കൊക്കെ നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് എന്താണ് ഫ്രഷർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ നിങ്ങൾ മാക്സിമം കൊടുക്കുക. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് വിചാരിച്ച് നമുക്ക് എന്താണ് ഈ പറയുന്ന മറ്റ് എക്സാമുകൾ എഴുതാൻ പറ്റില്ല, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് എക്സാം എഴുതാം, അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് നമുക്ക് നോക്കാം, ഓരോ പോസ്റ്റ് വൈസ് നോക്കാം, സീരിയൽ നമ്പർ നോക്കാം. ഇവിടെ പോസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ D6 എന്ന് പറയുന്ന പേ സ്കെയിലും പാടാണത് ഞാൻ പറഞ്ഞുതരാം. അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന അഡ്മിൻ ആണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു വേക്കൻസിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആ ഒരു വേക്കൻസി ജനറൽ ആണ്. ജനറൽ ആയതുകൊണ്ട് SC/ST OBC AWS ഏത് കാറ്റഗറിയിലുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ, ഫുൾ ടൈം ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഇതിൽ നിങ്ങൾക്ക് വേണ്ടത്. അത് ഈ പറയുന്ന MA MSc അല്ലെങ്കിൽ MCOM ആണ്. അതായത് കൊമേഴ്സിലുള്ള മാസ്റ്റർ ഡിഗ്രിയാണ്. അപ്പം നിങ്ങൾക്ക് കൊമേഴ്സിലുള്ള ആ ഒരു ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് കൊമേഴ്സിൽ PG ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 month ഡ്യൂറേഷനുള്ള നിങ്ങൾക്ക് എന്താണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു നോളജ് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 3 months ഡ്യൂറേഷനുള്ള ഒരു സർട്ടിഫിക്കറ്റ്, കോഴ്സ് ഡ്യൂറേഷനുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷനുള്ള കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മളടുത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് 3 month ആണ്. നിങ്ങൾക്ക് അതിൽ കൂടിയാൽ കുഴപ്പമില്ല, കുറയാൻ പാടില്ല എന്നുള്ളതാണ്.
അപ്പം PC-യിലൊക്കെ നമുക്ക് ആ ഒരു പ്രൊഫഷൻസി നമുക്ക് പ്രാവീണ്യം ഉണ്ടെന്ന് തെളിയിക്കുന്നുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഇനി അടുത്തത് നിങ്ങൾക്ക് കൂടെ കാണാം D6 ആണ് അടുത്തും വരുന്നത് അതിൻ്റെ കോഡ്. ദെൻ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് MCOM ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് MCOM കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ PC-യിലുള്ള അറ്റ്ലീസ്റ്റ് 3 month ഡ്യൂറേഷനുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം എന്നുള്ളതാണ് കേട്ടോ. അതിൽ പ്രൊഫഷൻ്റെ ആണ് എന്നുള്ളതിന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. ഇനി അടുത്ത നിങ്ങൾക്ക് വിളിച്ച് ഇപ്പോൾ നമ്മൾ 2 പറഞ്ഞിരിക്കുന്ന അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇനി വിളിച്ചിരിക്കുന്നത് ഓപ്പറേറ്റർ ആണ്. ഇതിൻ്റെ പേ സ്കെയിലും കൊടുക്കണം 22,000 മുതൽ നിങ്ങൾക്ക് 90,000 അതിൻ്റെ നമുക്ക് പെർമനൻ്റ് ആയാലും അതിൻ്റെ പേ സ്കെയിൽ വരുന്നത് കേട്ടോ. ഫിക്സഡ് ടേം ആകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഒരു നിശ്ചിതമായുള്ള റെമ്യൂണറേഷനാണ് ഉണ്ടായിരിക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ വിളിച്ചിട്ടുണ്ട്. ഒരു വേക്കൻസിയാണ് ഇതിലും വിളിച്ചിരിക്കുന്നത്. അത് ജനറലാണ്. ഏത് കാറ്റഗറിയിലായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഈ പറയുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ കോമൺ ആയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു പോവുകയാണ്. കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം സീരിയൽ നമ്പർ 1 മുതൽ നിങ്ങൾക്ക് സീരിയൽ നമ്പർ 7 വരെ. ഈ സീരിയൽ നമ്പർ 1 മുതൽ സീരിയൽ നമ്പർ 7 വരെയുള്ള ഈ കാറ്റഗറിയിൽ ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. അവിടെ കാണാം ഫിറ്റർ വിളിച്ചിട്ടുണ്ട്. ഫിറ്ററിൽ ഒരു വേക്കൻസിയാണ്, ജനറലാണ്, ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കൽ ഒരു വേക്കൻസി ഉണ്ട്. ആ ഒരു വേക്കൻസി EWS കാൻഡിഡേറ്റ്സിനാണ്, അവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ദെൻ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 11 വേക്കൻസി ടോട്ടൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 5 വേക്കൻസി ജനറലുണ്ട്. ജനറൽ നിങ്ങൾക്കിപ്പം ഈ പറയുന്ന ഇതിപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ST കാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസി ഇല്ല, അവർക്ക് എന്ത് ചെയ്യാം ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജനറൽ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിലാക്സേഷൻ, ഏജ് റിലാക്സേഷനോ അല്ലെങ്കിൽ റിസർവേഷൻ ഒന്നും ലഭിക്കില്ല. നിങ്ങളെയും ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കുക. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞുതരാം. പിന്നെ ഓപ്പറേറ്റർ ഗ്രൈൻഡർ 4 വേക്കൻസി ജനറൽ തന്നെ ഉണ്ട്, 7 വേക്കൻസി ആണ് ടോട്ടൽ. ഇതിന് ഓപ്പറേറ്റർ വെൽഡർ നിങ്ങൾക്ക് ഇവിടെ കാണാം 2 വേക്കൻസിയാണ്. അതിലൊന്ന് ജനറൽ വരുന്നുണ്ട്, ഒന്ന് നമുക്ക് വരുന്നത് SC-ക്കാണ് കേട്ടോ. ഇപ്പോൾ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഇലക്ട്രോപ്ലേറ്റർ നമുക്ക് 2 വേക്കൻസിയാണ്. അതിലൊന്ന് വരുന്നത് SC-യും ഒന്ന് വരുന്നത് നമുക്ക് OBC-യും ആണ് വരുന്നത് കേട്ടോ. അവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ജനറൽ വേക്കൻസി ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസി വരുന്നത്, സീരിയൽ നമ്പർ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാത്തിലേക്കും ഒരേ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ, ഈ പറയുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അറ്റ്ലീസ്റ്റ് 3 ഇയർ ഡ്യൂറേഷനുള്ള NAC കഴിഞ്ഞവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് ഈ പറയുന്ന അതത് ട്രേഡിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ട്രേഡാണോ നിങ്ങൾ കഴിഞ്ഞ ആ ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷം ഡ്യൂറേഷനുള്ള നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ 3 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീസ്ഷിപ്പ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് 3 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീസ്ഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റ് ITO ഒന്നും വേണ്ട നിങ്ങൾക്ക്. ഓക്കെ, ITൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് അപ്രൻറ്റീസ്ഷിപ്പ് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ഇതാ ഈ പറഞ്ഞിരിക്കുന്ന ITI പ്ലസ് എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള ITI പ്ലസ് എന്താണ് നിങ്ങൾക്ക് NAC, അതായത് നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് അറ്റ്ലീസ്റ്റ് 1 വർഷം ഡ്യൂറേഷനുള്ള നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പും ചെയ്തിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒന്ന് എഴുതാം. അതായത് ഈ ഒന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡിൽ 3 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കും 3 ഇയർ ഡ്യൂറേഷനുള്ള. ഓക്കെ, അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതില്ലാത്തവർക്ക് ഇതിലേക്ക് പിന്നെ ITൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്രൻറ്റീസ്ഷിപ്പ് 3 വർഷത്തെ ഉണ്ടെങ്കിൽ നമുക്ക് ITI കഴിഞ്ഞോളന്നില്ല. ഇനി അതില്ലാത്തവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞിട്ടുണ്ടോ വിചാരിക്കുക, പ്ലസ് 1 വർഷം എന്താണ് അതത് ട്രേഡിലെ അപ്രൻറ്റീസ്ഷിപ്പും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NAC ഉണ്ടെങ്കിൽ നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചും എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയിൽ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ രീതിയിൽ തന്നെ പറഞ്ഞത്. കാരണം നമ്മുടെ വീഡിയോയുടെ ടൈം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഓക്കെ, ഓരോന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു അതത് ട്രേഡ് ഏതാ ട്രേഡ് നോക്കുക. അതിൽ നിങ്ങൾ ഒന്നെങ്കിൽ 3 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീസ്ഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല 2 വർഷം ഡ്യൂറേഷനുള്ള ITI പ്ലസ് 1 വർഷം ഡ്യൂറേഷനുള്ള എന്താണ് അപ്രൻറ്റീസ്ഷിപ്പും അതത് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിൽ ഇപ്പം നമുക്ക് കറണ്ട് ആയിട്ടുള്ള നിലവിലുള്ള വേക്കൻസിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലെ ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് ഫില്ലാവാത്ത വേക്കൻസികളാണ് ബാക്ക്ലോഗ് വേക്കൻസി. അതായത് അതിൽ നിങ്ങൾക്കൂടെ കാണാം ഓപ്പറേറ്റർ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്. OBCക്കാണ് വേക്കൻസി. OBCക്ക് മാത്രമേ OBC NCL കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രൈൻഡർ വിളിച്ചിട്ടുണ്ട്. ഗ്രൈൻഡറിൽ ഒരു വേക്കൻസി ഉണ്ട്. ഈ പറയുന്ന OBCക്ക് തന്നെയാണ് അതിലും വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബാക്ക്ലോഗ് വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ സെയിം ആപ്ലിക്കേഷനിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണ് 3 വർഷം ഡ്യൂറേഷനുള്ള ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ നിങ്ങൾക്ക് NAC നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള ITI പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന അത് ട്രേഡിൽ ITI പ്ലസ് എന്താണ് 1 വർഷത്തെ അപ്രൻറ്റീസ്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷറിന് തന്നെ അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ്. പിന്നെ നിങ്ങൾക്ക് PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എലിജിബിൾ ആയുള്ള സ്യൂട്ടബിൾ ആയുള്ള പോസ്റ്റുകളാണ് ഏതൊക്കെയാണ് ഒരു ട്രേഡ് വൈസിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവരത് ചെക്ക് ചെയ്തിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. 2.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ 3 പാർട്ടാണ് വരുന്നത്. പാർട്ട് 1 ജനറൽ അവയർനെസ്സിന് 20 ക്വസ്റ്റ്യൻ
അതുപോലെ പാർട്ട് സെക്കൻഡ് ഇംഗ്ലീഷ് റീസണിങ് 40 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൺസേൺഡ് ട്രേഡ്, നിങ്ങൾ അതേത് ട്രേഡാണെന്ന് വെച്ചാൽ അതിന് 100 ക്വസ്റ്റ്യൻ, അങ്ങനെ 160 ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നത് കേട്ടോ. പിന്നെ പാർട്ട് 3ൻ്റെ സ്കീം കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാം. ഓരോന്നിൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിൽ സിലബസ് പാർട്ട് 3 അത് ഈ പറയുന്ന കൺസേൺ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് ഏതാണെന്നുള്ളത് അതിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അത് ഇപ്പം നിങ്ങൾ ഏത് ട്രേഡാണ് നിങ്ങൾ IT കഴിഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എന്താണോ കഴിഞ്ഞ വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതൊന്ന് വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ട്രേഡ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ അതാണ് നിങ്ങളെല്ലാം പഠിക്കേണ്ടത്. അപേക്ഷാ ഫീസ് ഉണ്ട്, 200 രൂപയാണ് നമ്മൾ അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടത്. SC/ST PWD എക്സ് അപ്രൻറ്റീഷിപ്പ് ആണെങ്കിൽ അവർക്കൊന്നും യാതൊരുവിധ ഫീസും വേണ്ട. എക്സ് അപ്രൻറ്റീഷിപ്പ് എന്ന് പറഞ്ഞാൽ HL നിങ്ങൾ ഓൾറെഡി അപ്രൻറ്റീഷിപ്പ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് അപേക്ഷാ ഫീസൊന്നും വേണ്ട കേട്ടോ. അവർക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ SC/STക്കും എന്ത് ചെയ്യേണ്ട, ഈ പറയുന്ന അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ ഫീ അടയ്ക്കേണ്ടത് SBI കളക്റ്റിലൂടെയാണ്, അത് ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് കാണിക്കാം. അപ്പോൾ ഫീ അടയ്ക്കുന്ന സമയത്ത് ഇത് ഞാൻ പറഞ്ഞ മുൻപത്തെ HLൻ്റെ റിക്രൂട്ട്മെൻറ്റിലും ഈ പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാമെന്ന് പറഞ്ഞാൽ, അതായത് ഈ പറയുന്ന നിങ്ങൾക്കിവിടെ കാണാം വെൻഡർ എംപ്ലോയി അല്ലെങ്കിൽ വെൻഡർ ID എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു കോൾ ഉണ്ടാവും നമ്മുടെ ഈ പറയുന്ന ഫീ അടയ്ക്കുന്ന ആ ഒരു കോളത്തിൽ. അപ്പോൾ നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ റിമാർക്ക് എന്ന് പറയുന്ന കോൾ ഉണ്ടാവും. റിമാർക്ക് എന്ന് പറയുന്ന കോളത്തിൽ നിങ്ങളുടെ പോസ്റ്റ് ഡീറ്റെയിൽസ്, ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ ആ പോസ്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പം മുൻപത്തെ HLൻ്റെ വീഡിയോ കണ്ടവർക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടാവും, അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്താണ്. ഇനി ഇവിടെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഏജ് റിലാക്സേഷൻ ഇവിടെ പറയാം നമുക്ക്. ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഈ 15/9/2024 28 ജനറൽ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 28 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് മാക്സിമം ഏജ് ലിമിറ്റാണ് 28. SC/ST കാൻഡിഡേറ്റ്സ് അവരുടെ റിസർവ് വാക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ. OBC ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, OBC NCL ആണെങ്കിൽ 31 വയസ്സ് വരെ അവരുടെ റിസർവ് വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ PWDന് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എക്സ് സർവീസ്മാൻ ഉണ്ടായിരിക്കും, പിന്നെ എക്സ് അപ്രന്റീഷിപ്പിനും ഉണ്ടായിരിക്കും. ഓക്കെ. ഇത്രയുമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ എൻഗേജ്മെൻറ്റ് പീരീഡ് ഇവിടെ പറയുന്നുണ്ട് 4 years ആണ് എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളെ പിരിച്ചുവിടും. ചിലപ്പോൾ നമുക്ക് വാക്കൻസികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നമുക്കിതിൻ്റെ ഇനീഷ്യൽ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ലക്നൗ ബേസ് ചെയ്ത് UP-യിലായിരിക്കും എന്നുള്ളതാണ്. അത് എവിടെ വേണമെങ്കിലും നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വീണ്ടും അത് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു പേ സ്കെയിലാണ്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ 23 ബേസിക് പേ വരുന്നത്. ദെൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ 22,000 ആണ് അതിൻ്റെ ബേസിക് പേ വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ DHR ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു 30,000 മുകളിലൊക്കെ സാലറി ആയിട്ട് റെമ്യൂണറേഷൻ വാങ്ങാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ, ഒട്ടനവധി ബെനിഫിറ്റൊക്കെ. ഓക്കെ. ഹോളിഡേ ലീവ്, യൂണിഫോം തുടങ്ങിയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ? നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ പ്രൊഫഷണൽ മാർക്ക് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒറിജിനൽ മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫൈനൽ മാർക്ക് ഷീറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ റിസർവ്ഡ് പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. അപ്പോൾ ഇതേ സെയിം മാതൃകയുടെ ഏറ്റവും നല്ലത് അതാണ്. അതെല്ലാം നിങ്ങൾക്ക് അക്ഷയ നേരത്തെ ഡിജിറ്റൽ കോപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിന് ഞാൻ ഒരിക്കലും ഗ്യാരണ്ടി പറയില്ല, കാരണം നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന മാതൃക തന്നെ നമ്മൾ തയ്യാറാക്കാൻ ശ്രമിക്കുക. അപ്പോൾ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഞാൻ കാണിച്ചു തന്നുള്ളൂ. ഇനി ഞാൻ കാണിച്ചു തന്നില്ല എന്ന് വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ മാതൃക എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ കോപ്പി വെച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. ദെൻ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരിക. നിങ്ങളിതാ നോൺ എക്സിക്യൂട്ടീവ് കാർഡ് നമ്മുടെ ഈ വെബ്സൈറ്റാണ്, താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. ഇമ്പോർട്ടൻറ്റ് ലിങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിലേക്ക് പോട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്ലൈ നൗ എന്നുള്ളത് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ അതവിടെ പേജ് വരും, ഇൻസ്ട്രക്ഷനാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക നിങ്ങൾ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ നമ്മൾ മെയിൽ വഴിയാണ് നമ്മൾ അറിയിക്കട്ടെ. അപ്പോൾ മെയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ കാണാം, അപ്ലിക്കൻ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് 2 ബട്ടൺ ഇവിടെ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്ലിക്കൻ്റെ നെയിം കാര്യങ്ങൾ കൊടുക്കുക. ഞാൻ വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ഞാനിതിലേക്ക് അപ്ലൈ ചെയ്യുന്നല്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഫോമിൻ്റെ കാര്യങ്ങൾ, ഇപ്പം ഇവിടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നാഷണാലിറ്റി ഒക്കെ സെലക്ട് ചെയ്യാം, മെയിൽ ID കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, എന്നിട്ട് സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നമുക്ക് OTP നമ്മുടെ മെയിലിലേക്ക് വരും. അത് എന്ത് ചെയ്യുക, അവിടെ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ അത് കാണിക്കാം. സെൻഡ് OTP കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് വന്ന OTP നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വെരിഫൈ ചെയ്യണം കേട്ടോ. OTP എടുത്ത് വെരിഫൈ OTP എന്ന് കൊടുക്കുന്നു.
അങ്ങനെ വെരിഫൈ OTP കൊടുത്താൽ നിങ്ങൾക്ക് ആ ആധാർ നമ്പർ കൊടുക്കണം, നമ്മളത് നിർബന്ധമാണ്. ദെൻ കൺഫേം ആധാർ നമ്പർ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, കൺഫേം മൊബൈൽ നമ്പർ കൊടുക്കുക. കൺഫേം മൊബൈൽ നമ്പർ നമ്മൾ റീടൈപ്പ് ചെയ്യണം കേട്ടോ. ദെൻ പാസ്വേഡ്, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാസ്വേഡ് ഇതിൽ നമ്മൾ മാനുവലായിട്ട് ജനറേറ്റ് ചെയ്യണം. ദെൻ അത് നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുകളിലെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ചു മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഡിക്ലറേഷൻ കൊടുക്കുക, രജിസ്റ്റർ എന്ന് കൊടുക്കുക. ഞാൻ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ഇത് കൊടുക്കുന്നു, രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ഞാൻ രജിസ്റ്റർ എന്ന് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ഇവിടെ ജനറേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം LK എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അതാണ് എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കേട്ടോ. ഓക്കെ, ദെൻ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും, ഈ ഡീറ്റെയിൽസ് എല്ലാം. ഇനി നമ്മൾ ഇവിടുന്ന് മുതലായിട്ട് ഫില്ല് ചെയ്ത് തുടങ്ങണം, റിലീജിയൻ മുതൽ. ഓക്കെ, ഞാനിപ്പോൾ ഹിന്ദുയിസമാണ് സെലക്ട് ചെയ്യുന്നത്. പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? ഓപ്പറേറ്ററാണ്. ഞാനിപ്പോൾ ഓപ്പറേറ്റർ ഇലക്ട്രീഷ്യനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ കാറ്റഗറി ഇവിടെ ചോദിക്കുന്നത് ജനറൽ, SC, OBC ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അതാ വെച്ചാൽ ഓക്കെ, OBC ആണെങ്കിൽ OBC സെലക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജനറലാണ്. ഇനി നമ്മുടെ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതാണ് ചോദിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കേരള സെലക്ട് ചെയ്യാം. ഇതിനടുത്ത് നമ്മളുടെ ജമ്മു കാശ്മീർ 1982 ഈ പറയുന്ന 1990 വരെ നമ്മൾ താമസിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്, നമ്മൾ നോ കൊടുക്കാം. ദെൻ എക്സ് സർവീസ്മാൻ ആണോ ചോദിക്കുന്നുണ്ട്, നോ കൊടുക്കാമാണെങ്കിൽ യെസ് കൊടുക്കാം. ഇതിനടുത്ത് നമ്മളോട് ചോദിക്കുന്നത് HL നമ്മൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടോ, അത് നമ്മൾ നോ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, ഫോം ഭയങ്കര നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, സൂം ചെയ്യുന്നതിൻ്റെ അലൈൻമെൻറ്റിലൊക്കെ വ്യത്യാസം വരും, അതാണ്. ഓക്കെ, അത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്, ഇവിടെ നോ കൊടുക്കാം. ഇനി PWD കാൻഡിഡേറ്റ്സ് ആണ്. PWD എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉള്ള ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളോട് സെലക്ട് ചെയ്യണം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സെലക്ട് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഏജ് ഒക്കെ ഇവിടെ കാണിക്കും കേട്ടോ, എത്രയാണെന്നുള്ളത്. ദെൻ ആധാർ കാർഡ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്താണ്. ദെൻ ഫാദറിൻ്റെ പേര് എന്താ വെച്ചാൽ നിങ്ങളത് ടൈപ്പ് ചെയ്യുക അവിടെ. ദെൻ മദറിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ. പിന്നെ കറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്, നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഡിസ്ട്രിക്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, സ്റ്റേറ്റ് ഏതാ വെച്ചാൽ നിങ്ങൾ കൊടുക്കാം. ഓക്കെ, ദെൻ പിൻകോഡ്. ഞാൻ എന്താ വെച്ചാൽ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളത് കറക്റ്റ് വാല്യൂസ് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഞാനിവിടെ ടൈം ലാഭിക്കുക എന്നുള്ള പർപ്പസ് മാത്രമാണ്. അപ്പോൾ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് തന്നെയാണ് എൻ്റെ പെർമനൻറ്റ് അഡ്രസ്സ്. ഈ പറയുന്ന കറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്ന് പറയുന്ന അഡ്രസ്സ് തന്നെയാണ് എൻ്റെ പെർമനൻറ്റ് അഡ്രസ്സ്. എനിക്ക് കൂടെ സെയിം ആസ് ഉള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ടിക്ക് ചെയ്താൽ മുകളിലുള്ള അഡ്രസ്സ് താഴെ ഇവിടെ കോപ്പി ചെയ്ത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, എടാ താഴെ ഇവിടെ കൊടുത്ത അഡ്രസ്സ്, ഇതിൻ്റെ താഴെ കൊടുത്ത അഡ്രസ്സ് ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. ഇനി അതല്ലാതെ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാം. എന്നാൽ ഇത് ഡിക്ലെയർ ചെയ്യാം, എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇനി ഫില്ല് ചെയ്യേണ്ടത്. നിൽക്കണം 10th ആദ്യം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ റെഗുലർ എന്നുള്ള സെലക്ട് ചെയ്യാം. ദെൻ ബോർഡർ യൂണിവേഴ്സിറ്റി നമ്മൾ പഠിച്ച കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ നിങ്ങൾ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ്. CBSE ആണെങ്കിൽ CBSE, ഇനി ICSE TCSE ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കൊടുക്കട്ടോ. ദെൻ ഡേറ്റ് ഓഫ് പാസിങ് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഇപ്പോൾ കേരള SSLC ആണെങ്കിൽ അതിൻ്റെ താഴെ നമ്മുടെ ആ ഒരു ഗ്രേഡ് ഉണ്ടല്ലോ, ഗ്രേഡിൻ്റെ താഴെ ആ സീൽ ചെയ്യുന്ന ഭാഗത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ പാസിങ് ഇയറും ഡേറ്റും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഓക്കെ, എന്നാണ് വിചാരിച്ചാൽ. ഓക്കെ, ദെൻ പെർസെൻറ്റേജ് നമ്മളിവിടെ കൊടുക്കണം. നമ്മൾ ആ ഡെസിമിലും കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പെർസെൻറ്റേജ് 88 ദെൻ 00 കറക്റ്റായിട്ട് കൊടുക്കാം. ദെൻ 12th നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുത്താൽ അത് നിർബന്ധമില്ല. അതായത് ITI ഒക്കെ ചെയ്തവർ 10th ക്ലാസ് നേരെ കഴിഞ്ഞ് ITI ചെയ്തവരായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല. അത് ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നിർബന്ധമില്ല കേട്ടോ, നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. ദെൻ ITIൻ്റെ ആണ് ഞാൻ കൊടുക്കേണ്ടത്, റെഗുലർ ആണ്. ഇവിടെ നമ്മുടെ നെയിം ഓഫ് യൂണിവേഴ്സിറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എവിടെയാണ് പഠിച്ചു സ്ഥാപനത്തിൻ്റെ പേര് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിനടുത്ത് നമ്മൾ പാസ്സായിട്ടുള്ള ഡേറ്റും മന്തും ഇയറും കൊടുക്കണം കേട്ടോ. ഓക്കെ, ഞാൻ പാസ്സായ ഡേറ്റും മന്തും ഇയറാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ പെർസെൻറ്റേജ് അടുത്ത് കൊടുക്കണം. നമ്മൾ പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് കൊടുക്കുക. ഓക്കെ, ഇതിനടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് NAC, അതായത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NCTUT. ഇത് സെയിം എന്നാണ് ഈ പറയുന്നത്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യാം. റെഗുലർ എന്നുള്ള തന്നെയാണ് അത് ഡിഫോൾട്ടായിട്ട് വരിക. അത് NAC ആണോ NCVT ആണോ അതായത് നിങ്ങളെ കയ്യിൽ വെച്ചാൽ കൊടുക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഡേറ്റ് ഓഫ് അതെന്നാണ് അതിൻ്റെ റിസൾട്ട് വന്നത് നമുക്ക് എന്നുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് അത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതിലുള്ള പെർസെൻറ്റേജ് എത്ര വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ട്രൂ ആണെന്ന് കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതിനടുത്ത് നമ്മൾ അതർ ഡീറ്റെയിൽസ് ആണ്. അതർ ഡീറ്റെയിൽസും കൂടെ കാണാം. നമ്മൾ എപ്പോഴെങ്കിലും HL നമ്മൾ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇൻ്റർവ്യൂലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. ഓക്കെ, യെസ് കൊടുത്താൽ അതായത് ഏത് പോസ്റ്റിനായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പങ്കെടുത്തിട്ട് യെസ് കൊടുക്കാം. ഇനി അതോടൊപ്പം ചോദിക്കുന്നത് നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആരെങ്കിലും HL വർക്ക് ചെയ്യുന്നുണ്ട്, അവർ യെസ് കൊടുത്താൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായുള്ള ഒരു വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരു പ്രിഫറൻസ് ഉണ്ടാവും കേട്ടോ, മുൻഗണന. അപ്പോൾ അത് നമ്മൾ നോ കൊടുക്കുന്നു.
അതോടൊപ്പം തന്നെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലോ ഓർഗനൈസേഷനിലോ നമ്മളെപ്പോഴെങ്കിലും മെമ്പർ ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഏതെങ്കിലും പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മളിവിടെ ഡിക്ലറേഷൻ കൊടുക്കുന്നു, സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു കേട്ടോ. ഇനി നമുക്കിവിടെ വേണ്ട എന്താ വെച്ചാൽ നമ്മൾ ഫോട്ടോഗ്രാഫ് നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോഗ്രാഫിൻ്റെ ഒക്കെ സൈസ് ഇവിടെ 10 KB-യുടെയും 70 KB-യുടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ്, ഫോട്ടോയും സിഗ്നേച്ചറും. പിന്നെ മറ്റു ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ 100-ൻ്റെയും 300 KB-യുടെ ഇടയിലായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ഇവിടെ പാസ്വേർഡ്സ് ഫോട്ടോ എന്നുള്ള ബ്രൗസറിലെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ കുറച്ച് ഫോട്ടോസിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ദെൻ അപ്ലോഡ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഫോട്ടോ കറക്റ്റ് ഫിറ്റായി വരും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫിറ്റായുള്ള അത് അത്ര ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ അനുസരിച്ച് അത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സൈറ്റിൽ തന്നെ ഈസി ടൂൾസിൽ നിങ്ങൾക്ക് അതിനുള്ള ഫോട്ടോ എഡിറ്റർ ഉണ്ട്. നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതിയിട്ട് നിങ്ങൾ. ഓക്കെ, ദെൻ അടുത്ത സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ ഞാനിപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ സിഗ്നേച്ചർ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്ലോഡ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ സിഗ്നേച്ചർ ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. താല്പര്യമുള്ളവർ നിശ്ചയമുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ആധാർ കാർഡ് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ആധാർ കാർഡൊന്നുമില്ല, വെറുതെ ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ. അവിടെ ആധാർ കാർഡാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വെറുതെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഓരോന്ന് ചെയ്യുന്നത്. ഫയൽ സൈസ് 100, ഫയൽ സൈസ് ഓവറാണത്. ഓക്കെ, വേറെ ഏതാ ഒരു ഫയലുള്ളത്, ജസ്റ്റ് ആധാർ കാർഡ്. ഓക്കെ, ഞാൻ വെറുതെ ഇപ്പോൾ എൻ്റെ അടുത്ത് ആധാർ കാർഡൊന്നും ഞാൻ സെറ്റാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറയുന്ന ഏതെങ്കിലും ഫയലുകൾ അപ്ലോഡ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഒരു തൊഴിൽമേളൻ്റെ ഒരു ഇതുണ്ട്, തൽക്കാലം അതാണ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ് ആധാർ കാർഡ് കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം കേട്ടോ ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കേട്ടോ, നമ്മുടെ 10ാം ക്ലാസ്സിലെ SSLC ബുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഞാൻ തന്നെ ഇടാം. കാരണം എന്തിനാ വെറുതെ ഇപ്പോൾ നമ്മൾ അതിലേക്ക് സെർച്ച് ചെയ്ത് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ടല്ലോ. അത് ഒരു ഡെമോ ആണ്, നിങ്ങൾക്ക് ഡെമോ കാണിക്കുക എന്നുള്ള പർപ്പസ് മാത്രം. അപ്പോൾ എല്ലാം നമ്മൾ അപ്ലോഡഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ITIൻ്റെ സർട്ടിഫിക്കറ്റാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ITIൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ മാർക്കും എല്ലാം കൂടെ നമ്മളൊരു സിംഗിൾ PDF ആക്കാം കേട്ടോ. ആ ഒരു സ്കോർ കാർഡ് കാര്യങ്ങൾ വരുന്ന സിംഗിൾ PDF ആക്കി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഞാനിവിടെ തന്നെ ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ഒരു പർപ്പസ് അതാണല്ലോ, അതുകൊണ്ട് മാത്രം. ഇത് NSC നാഷണൽ അപ്രന്റീസ്ഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ അതന്നെ കൊടുക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡായിട്ട് കാണും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡിക്ലറേഷൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ പ്രീവിയസ് പോയിട്ട് നിങ്ങൾക്ക് അടുത്ത മുൻപത്തെ പേജിലേക്ക് പോയി എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ഞാനിവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് പേയ്മെൻറ്റും പാടെ ചെയ്യാനുണ്ടാവുള്ളൂ. ബാക്കി എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും, നമ്മൾ കൊടുത്ത പോസ്റ്റ് ഇവിടെ കാണിക്കും, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടാവും. നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്ടോ, അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇതിൽ വരും കേട്ടോ. സിഗ്നേച്ചർ ഇവിടെ കാണിക്കും, ഫോട്ടോ ഇവിടെ കാണിക്കും. ഇത് അപ്ലോഡ് ചെയ്തതാ, ഇതാണ് അപ്ലോഡ് ചെയ്തത്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ആണ് കറക്റ്റായിട്ട് കാണിക്കും. എന്നിട്ട് നമ്മളിതാ ഇവിടെ കൊടുക്കുക, മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഒരു പ്രത്യേക കാര്യം പാടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഫൈനലായിട്ട് പ്രിൻറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ഹിയർ ടു മേക്ക് പേയ്മെൻറ്റ് എന്ന് കൊടുക്കുക. ആ ക്ലിക്ക് ഹിയർ ടു മേക്ക് പേയ്മെൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ അതിനൊരു റെസിപ്റ്റ് ഉണ്ടാകും. റെസിപ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ആ ഡൗൺലോഡ് ചെയ്താൽ റെസിപ്റ്റിൽ ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ടാവും ഇവിടെ കൊടുക്കുക. നമ്മൾ എന്നാണ് പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റ് ഇവിടെ കൊടുക്കുക. നമ്മൾ ആ റെസിപ്റ്റ് എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫൈനൽ സബ്മിഷൻ പാടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് വിചാരിച്ചത് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇവിടെ ക്ലിക്ക് ഹിയർ ടു മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരെ SBIയുടെ ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ SBIയുടെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമ്മൾ PSCU നിങ്ങൾക്ക് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നുള്ള ഇതാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അത് നമ്മൾ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, ഇവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ, ഹിന്ദുസ്ഥാൻ. അപ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന് അടിച്ചപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അത് ഓരോന്നും കാണും. നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റിലുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ട ഇവിടെ കാണാം UP. മാറിപ്പോകരുത്, പേയ്മെൻറ്റ് വെറുതെ ആയി പോകും. ഇവിടെ കാണാം ഉത്തർപ്രദേശ് എന്ന് കാണാം നിങ്ങൾക്ക്. ഓക്കെ, രണ്ടാമത്തതാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അലൈൻമെൻറ്റ് ചിലപ്പം വ്യത്യാസം ഉണ്ട്. അവിടെ നോക്കണേ, നിങ്ങൾ ഇതന്നെ നോക്കണം, ഇവിടെ നോക്കണം, ഉത്തർപ്രദേശ് എന്നാണ് വന്നത് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലക്നൗ ആണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് കാണാം HAL ലക്നൗ ഡിവിഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അവിടെ തന്നെ കാൺപൂർ ഉണ്ട്, ദെൻ കോർവ ഡിവിഷൻ എന്നൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ കൊടുക്കേണ്ടത് HAL ലക്നൗ ഡിവിഷൻ സെലക്ട് ചെയ്യാം. HAL ലക്നൗ ഡിവിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം കാറ്റഗറി ഇവിടെ കാണാം. നിങ്ങൾക്ക് പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്രം സപ്ലയർ വെൻഡർ എന്ന് പറഞ്ഞിട്ട് കാണാം, പേയ്മെൻറ്റ് ഫ്രം എംപ്ലോയീസ് എന്ന് കാണാം. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതേഴ്സ് എന്നുള്ളതാണ് കേട്ടോ. മൂന്നാമത്തേതാണ് കാണാം, അതേഴ്സ് ഉള്ളത് സെലക്ട് ചെയ്യാം. ഇത് മാറിപ്പോയാൽ നമ്മുടെ അപ്ലിക്കേഷൻ ഫീ വെറുതെ പോയിട്ട്, അതുകൊണ്ടാണ് പറയുന്നത് അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ നെയിം എന്നുള്ളടത്ത് നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇവിടെ നമ്മൾ എംപ്ലോയി അല്ലെങ്കിൽ വെണ്ടർ ഐ ഡി ഇതാണ് പലർക്കും ഡൗട്ട് ഉണ്ടാകുക. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറാണ്. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആ പ്രിവ്യൂ സമയത്ത് നിങ്ങളത് എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്ത് വെക്കുക അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ എഴുതി വെക്കുക നിങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. LK എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ വന്നിരിക്കുന്നത്. 00 LKO ആണ്. LKO 00584 ഇതാണ് എൻ്റെ വന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻ നമ്പർ. അതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇനി റിമാർക്ക് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് ഏത് പോസ്റ്റാണ്, നമ്മുടെ പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. റിമാർക്ക് എന്നുള്ള ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ്. ഏത് പോസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്തത് എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതാണ്, ഇലക്ട്രീഷ്യനാണോ, ഓപ്പറേറ്റർ. ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പറേറ്റർ എന്നടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതേതാ ട്രേഡ് അപ്ലൈ ചെയ്ത് വെച്ചാൽ അതാണ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഇതൊക്കെ നമ്മൾ കൊടുക്കുക. എമൗണ്ട് എത്രയാണ് വെച്ചാൽ നമ്മൾ 200 അല്ലേ ഫീ വരുന്നത്, 200 ഇട്ടെടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ ഇൻഡിവിജ്വൽ തന്നെയാണ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കാം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, ഇതാണ് എന്താ മൊബൈൽ നമ്പർ കൊടുക്കാം, വീണ്ടും ഇമെയിൽ ID കൊടുക്കാം. മുകളിൽ കൊടുത്ത മെയിൽ ID മൊബൈൽ നമ്പർ തന്നെ കൊടുത്താൽ മതി. എല്ലാം അഗ്രി ചെയ്യുന്നു എന്ന് അറിയാം. എന്നിട്ട് ക്യാപ്ച കോഡ് അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റേജ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിച്ചാൽ നമുക്ക് എന്താണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. ഞാൻ വെറുതെ കാണിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. അവിടെ നിങ്ങൾക്ക് എന്താണ് അത് വെരിഫൈ ചെയ്യുക. അത് ജസ്റ്റ് നമ്മൾ എമൗണ്ട് അവിടെ കാണിക്കും. അതിനുശേഷം നമുക്ക് എന്താണ് UPI ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം. ഇപ്പോൾ SBI കളക്റ്റിലൂടെ ആണെങ്കിലും SBIൻ്റെ കാർഡ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ്, ATM കാർഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് UPI ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് ഫീ അടയ്ക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക. അതിൻ്റെ റെസിപ്റ്റ് പ്രിൻറ്റ് എടുക്കണം. പ്രിൻറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ആ പ്രിൻറ്റിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ID ഉണ്ടാകും. ആ ട്രാൻസാക്ഷൻ ID കൊടുക്കുക, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് അവിടെ കൊടുക്കുക, നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റ്. എന്നിട്ട് ബ്രൗസ് ഉണ്ട്, നമ്മൾ ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നമ്മൾ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുള്ളൂ. അല്ലാതെ ഇവിടെ നമ്മളത് പ്രിൻറ്റ് എടുത്ത് വിചാരിച്ച് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവില്ല. നമുക്ക് ലോഗിൻ ചെയ്യാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ലോഗിൻ ചെയ്യാം, പക്ഷേ നിങ്ങൾ എന്താണ് ഈ പറയുന്ന നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താവില്ല, ഫൈനൽ സബ്മിഷൻ നടന്നിട്ടുണ്ടാവില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഭാഗം സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ചെയ്യണം. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം ഇപ്പം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീണ്ടും ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സൈറ്റിൽ തന്നെ കയറിയിട്ട് നിങ്ങൾക്ക് ഇതാ അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ആയി കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ലോഗിൻ ബട്ടണോ അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്, ആപ്ലിക്കൻ ലോഗിൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടല്ലോ, ആ KL എന്ന് പറഞ്ഞിട്ടുള്ള ആ നമ്പർ ഇട്ട് കൊടുക്കുക. അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഇട്ട് കൊടുക്കുക. ഇത് ക്യാപ്ച അടിച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ പേജിലേക്ക് തന്നെ പോകും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മേക്ക് പേയ്മെൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ ആ റെസിപ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. എന്താ ഇത്തരം വീഡിയോസ് അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് ടൈമൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു സപ്പോർട്ട് വേണം. നമ്മുടെ വീഡിയോസിനൊക്കെ കൂടുതൽ ഒരു എന്താണ് വാച്ച് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കുള്ള ആ ഒരു ബെനിഫിറ്റ് കാര്യങ്ങളുണ്ടാവുള്ളൂ. നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്